നമസ്കാരം. നമ്മളിന്നിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് ട്രെക്കിൻ്റെ ഡ്യുവൽ സ്പോട്ട് 2 ജനറേഷൻ 5 എന്ന് പറഞ്ഞ മോഡലാണ്. അതായത് DS2 ജനറേഷൻ 5. ഇത് നമുക്ക് നോർമലി DS2 എന്ന് പറയുന്നത് ഹൈബ്രിഡ് കാറ്റഗറിയിൽ വരുന്നൊരു ബൈക്കാണ്. അതിപ്പോൾ കഴിഞ്ഞ വർഷത്തെ മോഡലിനേലും അവർ കുറച്ചും കൂടി അതായത് വ്യത്യാസങ്ങൾ വരുത്തിയിട്ടുണ്ട്. നമുക്ക് എന്തൊക്കെയാണ് ആ വ്യത്യാസങ്ങൾ എന്നുള്ളത് നോക്കാം. പഴയ DS2 എന്ന് പറയുമ്പോൾ നമുക്ക് സസ്പെൻഷനൊക്കെ വെച്ച് വരുന്ന മോഡലായിരുന്നു. അതിൻ്റെ ഫ്രെയിം വ്യത്യാസമുണ്ട്. ഇത് ഇപ്പോൾ ഈ ജനറേഷനിൽ വരുന്നത് DS1, DS2, DS3 എന്ന് പറയുന്നത് ഒറ്റ ഫ്രെയിമാണ്. അതിൽ DS1 എന്ന് പറയുന്നതാണ് ഏറ്റവും ബേസ് ആയിട്ടുള്ള മോഡൽ. അതിൽ 8 സ്പീഡായിരിക്കും. 8 സ്പീഡ് ഓൾട്ടസും മെക്കാനിക്കൽ ഡിസ്ക് ബ്രേക്കുമാണ് വരുന്നത്. അത് DS2ലേക്ക് വരുമ്പോഴത്തേക്കും അത് 9 സ്പീഡ് ഓൾട്ടസ്, അതായത് M2000 എന്ന് പറഞ്ഞ ഡിറൈലറും പിന്നെ അലോയ് ഫോർക്കും വരും. DS1ൽ ഫോർക്ക് വരുന്നത് സ്റ്റീലാണ്. അത് തന്നെ DS3ലാകുമ്പോഴത്തേക്കും നമുക്ക് 1/10 എന്ന് പറഞ്ഞ സെറ്റപ്പിലേക്കാവും. അതായത് ഫ്രണ്ടിൽ ഒരു ഗിയർ ഉണ്ടാവുള്ളൂ, ബാക്കിൽ 10 സ്പീഡായിരിക്കും. അത് നമുക്ക് 46 വരെ ബാക്ക് ടീത്ത് വരുന്നുണ്ട് ക്ലൈമ്പിനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ അതിലാണ് വ്യത്യാസം. പിന്നെ 3ൽ വരുമ്പോഴത്തേക്കും നമുക്ക് ഫോർക്ക് കാർബൺ വരുന്നുണ്ട്. അതാണ് വേറൊരു മെയിനായിട്ടുള്ള വ്യത്യാസം. പിന്നെ ഷിമാനോ ബ്രേക്കൊക്കെ ഷിമാനോൻ്റെ ആവും 3 ആവുമ്പോൾ. ഫ്രെയിം എല്ലാം സെയിം തന്നെയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫ്രെയിമിൻ്റെ പ്രത്യേകതകളിലേക്ക് പോകാം. ഫ്രെയിം ഇത് അവർ മേക്ക് ചെയ്തേക്കുന്നത് ആൽഫ ഗോൾഡ് അലുമിനിയം എന്ന് പറഞ്ഞൊരു മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ്. ഇത് ഫ്രെയിമിൻ്റെ അകത്ത് നമുക്ക് ഇപ്പോൾ ഇൻറ്റേർണൽ കേബിളിംഗ് ആണെങ്കിലും എന്താണെങ്കിലും ഫ്രെയിമിൽ ഹോളൊന്നുമില്ല. അത് പുതിയ രീതിയിൽ ഒരു ഹെഡ്സെറ്റിൻ്റെ ഉള്ളിൽ കൂടിയാണ് ഈ ഇൻറ്റേർണൽ കേബിളിംഗ് വന്നേക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഫ്രെയിമിൽ ഇപ്പോൾ ഒരു ബാഗ് വെച്ച് കെട്ടണമെങ്കിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും ടൂറിങ് ആക്സസറീസ് എന്തെങ്കിലും വെക്കണമെങ്കിൽ നമുക്കൊരു പ്രശ്നവും വരുന്നില്ല. പിന്നെ നമുക്ക് ഈ ഫ്രെയിമിൽ തന്നെ ട്രക്കിൻ്റെ അതായത് ബോൺഡ്രേജൻ്റെ ടൂറിങ് ബാഗ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിനാണ് ഈ 3 ഹോൾ കൊടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഫ്രെയിമിൽ നമുക്ക് വെൽക്രോ വെച്ചിട്ട് ഉണ്ടാകുന്ന പാടുകൾ, അതായത് സ്ക്രാച്ചസ് ഒന്നും നമുക്ക് ഫ്രെയിമിൽ വരില്ല. ഡയറക്റ്റ് മൗണ്ട് ചെയ്യാം നമുക്ക് ബാഗ്. അത് ബോൺഡ്രേജൻ്റെ ബാഗുകൾ നമുക്ക് അവരുടെ വെബ്സൈറ്റിൽ തന്നെ അവൈലബിൾ ആണ്. അതിൻ്റെ ഫോട്ടോ ഇടാം. അതിന് വേണ്ടിയാണ് ഈ മൗണ്ട് കൊടുത്തേക്കുന്നത്. 3 മൗണ്ട് ഉണ്ട്. പിന്നെ 2 ബോട്ടിൽ ഹോൾഡർ മൗണ്ടും ഉണ്ട്. ഒരെണ്ണത്തിൽ ബോട്ടിൽ ഹോൾഡർ വേണമെങ്കിൽ നമുക്ക് പമ്പൊക്കെ ആഡ് ചെയ്യാം. പിന്നെ കാരിയർ മൗണ്ട് വരുന്നുണ്ട്, ഫെൻഡർ മൗണ്ട് വരുന്നുണ്ട്. പിന്നെ ഫ്രണ്ടിലും നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു ടൂറിങ് കാരിയർ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് 2 രീതിയിലുള്ള കാരിയർ ആഡ് ചെയ്യാം. ഒന്ന് നമുക്ക് സൈഡിൽ വരുന്ന ബാഗുകളുണ്ട്. അതാകുമ്പോൾ നമുക്കൊരു 4 കിലോ വെച്ചിട്ട് ഒരു സൈഡിൽ വെക്കാം. 8 കിലോ അല്ലെങ്കിൽ ഒരു 15 കിലോ വരെ വെക്കാൻ പറ്റും. പിന്നെ ഒരു ഓപ്ഷൻ ഉള്ളത് നമുക്ക് കാരിയർ ആഡ് ചെയ്യാം. അതായത് ബാക്കിൽ നമ്മൾ വെക്കുന്ന പോലെ തന്നെ ഫ്രണ്ടിലും കാരിയർ വെക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഒരുപാട് ലഗേജ് കൂടുതൽ വെക്കാൻ പറ്റും. പിന്നെ അതിൻ്റെ ഹെഡ് ട്യൂബ് വരുന്നത് കുറച്ച് നീളം കൂടിയ ടൈപ്പാണ്. ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഇവിടെ ഒരു ടെൻറ്റോ അല്ലെങ്കിൽ സ്ലീപ്പിംഗ് ബാഗോ അങ്ങനെ എന്തെങ്കിലും മൗണ്ട് ചെയ്യണമെങ്കിൽ അതും മൗണ്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതായത് കേബിളുകൾ ജാം ആവില്ല. ഡയറക്റ്റ് നമുക്ക് ഒരു വെൽക്രോ വെച്ചിട്ട് ഹാൻഡിൽ ബാറിലേക്ക് തന്നെ കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ കുറച്ച് അങ്ങനെ ടൂറിങ് ഓറിയൻറ്റഡ് ആയിട്ട് ഉണ്ടാക്കിയേക്കണ ഒരു ഫ്രെയിമാണിത്. ഇപ്പോൾ നമുക്ക് നോർമൽ അവരുടെ ഹൈബ്രിഡ് കാറ്റഗറിയിലാണ് ഈ വണ്ടി ഇറങ്ങുന്നതെങ്കിലും നമുക്കിതൊരു ഗ്രാവൽ അല്ലെങ്കിൽ ഓൾ റൗണ്ടായിട്ട് ഉപയോഗിക്കാം. ഇതൊരു ഓൾ റൗണ്ട് ബൈക്കാണെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഒരിക്കലും നമുക്കിത് ഹൈബ്രിഡ് എന്ന് മാത്രം പറയാൻ പറ്റില്ല. കാരണം ഹൈബ്രിഡ് വരുന്നത് നോർമലി 700C ആണ്. പക്ഷേ ഈ വർഷം അവർ ഇറക്കിയേക്കുന്നത് 650B ആണ് ടയർ സൈസ്. അതായത് നോർമൽ ഹൈബ്രിഡിനേലും വണ്ണം കൂടിയ ടയറാണ് ഇത്തവണ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ ജനറേഷൻ 5 ആയിട്ടുള്ള ട്രക്ക് FX1ലും വണ്ണം കൂടിയ ടയറാണ് ഇപ്പോൾ അവർ വരുന്നത്. അതാണ് അവരുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ 2 ഹബ്ബും വരുന്നത് നമുക്ക് ഒറ്റ നോട്ടത്തിൽ ഫ്രണ്ടിൽ നോക്കുമ്പോഴത്തേക്കും ത്രൂ ആക്സിലായിട്ട് തോന്നും. പക്ഷേ ഇത് ത്രൂ ആക്സിലല്ല, ഇത് സ്ക്രൂ ആണ്. അതായത് നോർമൽ ക്വിക്ക് റിലീസ് തന്നെ സ്ക്രൂ ടൈപ്പാണ് വരുന്നത്. അത് നമുക്ക് അഴിച്ചെടുക്കണമെങ്കിൽ ഒരു 5 mm അല്ലെങ്കിൽ വേണമെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇത് നമുക്ക് ത്രൂ ആക്സിലല്ല. ഇത് കാണുമ്പോൾ നമ്മൾ ഒരുപാട് പേര് തെറ്റിദ്ധരിക്കുന്നുണ്ട് ത്രൂ ആക്സിലാണെന്ന് പറഞ്ഞിട്ട്. ത്രൂ സ്ക്രൂ എന്നാണ് അതിന് പറയുന്നത്. അതായത് നമ്മൾ അലങ്കി വെച്ചിട്ട് അഴിച്ചെടുക്കണം. പക്ഷേ ബാക്കിൽ അവർ ക്വിക്ക് റിലീസ് കൊടുത്തിട്ടുണ്ട്. അതായത് കൈ കൊണ്ട് തന്നെ നമുക്ക് അഴിച്ചെടുക്കാം. അതിനുള്ള ഓപ്ഷനുണ്ട്. ഒരു ഹബ്ബ് യൂസ് ചെയ്തേക്കുന്നത് ഫോർമുലയുടെ തന്നെ ഹബ്ബാണ് യൂസ് ചെയ്തേക്കുന്നത്. 32 ഹോളാണ് വരുന്നത്. അതിൽ 6 ബോൾട്ടിൻ്റെയാണ് ഡിസ്ക് ബ്രേക്ക് ഓപ്ഷൻ വന്നേക്കുന്നത്. അതും ടെക്ട്രോൻ്റെയാണ് യൂസ് ചെയ്തേക്കുന്നത്. ടെക്ട്രോ ഹൈഡ്രോളിക് ബ്രേക്കാണ് യൂസ് ചെയ്തേക്കുന്നത്.
ഇത് DS3 വരുമ്പോഴത്തേക്കും നമുക്ക് ഷിമാനോൻ്റെ ആവും. DS1 മെക്കാനിക്കലും വരും ടെക്ട്രോൻ്റെ. അതേപോലെ തന്നെ ടയറ്, റിമ്മ് 32 ഹോൾ റിമ്മാണ് വരുന്നത്, ഡബിൾ വാൾ അലോയ് റിമ്മാണ്. അതേപോലെ തന്നെ ഹാൻഡിൽ ഗ്രിപ്പ്, ഹാൻഡിൽ സ്റ്റെമ്മ്, സീറ്റ് പോസ്റ്റ്, സീറ്റ്, ഈ ഇത്രയും കാര്യങ്ങൾ ബോൺഡ്രേജറിൻ്റെ തന്നെയാണ് അവർ യൂസ് ചെയ്തേക്കുന്നത്. ബോൺഡ്രേജർ ട്രക്കിൻ്റെ തന്നെ ബ്രാൻഡാണ്. പിന്നെ അതേപോലെ തന്നെ ബോൺഡ്രേജർ എന്ന് പറഞ്ഞാൽ അവരുടെ തന്നെ ഇപ്പോൾ ഇതിൽ വെച്ചേക്കുന്ന സൈഡ് സ്റ്റാൻഡ് എന്ന് പറഞ്ഞത് നോർമൽ സൈഡ് സ്റ്റാൻഡാണ്. നമുക്ക് ബോൺഡ്രേജറിൻ്റെ തന്നെ സൈഡ് സ്റ്റാൻഡ് അവൈലബിൾ ആണ്. അതാകുമ്പോൾ നമുക്ക് ഫ്രെയിമിന് വേറെ ഡാമേജ് ഒന്നും ഉണ്ടാവില്ല, ഡയറക്റ്റ് മൗണ്ട് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ അവരുടെ ആക്സസറീസും അവൈലബിൾ ആണ്. അതായത് ഫ്രെയിം ബാഗ്, നമുക്ക് ഈ ടോപ്പ് ട്യൂബിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ് മൗണ്ട് ചെയ്യാനുള്ള ടൈപ്പ് ഫ്രെയിം ബാഗും അവരുടെ അവൈലബിൾ ആണ്. അതാകുമ്പോൾ സൈക്കിളിൽ നമുക്ക് സ്ക്രാച്ചസ് ഒന്നും ഉണ്ടാവില്ല. അതേപോലെ തന്നെ സാഡിൽ ബാഗ്, അങ്ങനെ ഒരുപാട് ആക്സസറീസ് നമുക്ക് ബോൺഡ്രേജർ തരുന്നുണ്ട്. ക്രാങ്ക് വരുന്നത് 170 mm ആണ്. അലോയ് ക്രാങ്ക് തന്നെയാണ് വരുന്നത്. അത് 46 ടീത്ത് വരുന്നത്. 46-30 എന്ന് പറഞ്ഞ കോമ്പിനേഷനിലാണ് വരുന്നത്. നമുക്ക് അത്യാവശ്യം ക്ലൈമ്പും ചവിട്ടാനും പറ്റും. അതായത് ഫ്രണ്ടിൽ 2 ഉള്ളൂ ടീത്ത്, അതായത് ഫസ്റ്റും സെക്കൻഡും മാത്രമേ ഉള്ളൂ. ഫസ്റ്റ് വരുന്നതാണ് നമുക്ക് 30 ടീത്ത് വരുന്നത്, രണ്ടാമത് വരുന്നത് 46 വരുന്നുണ്ട്. ഫ്രണ്ട് ഡിറൈലർ അതേപോലെ തന്നെ അസേറ വരുന്നുണ്ട്. ബാക്ക് വരുന്നത് 9 സ്പീഡ് വോൾട്ടസ് ആണ്. അതായത് നമുക്ക് വോൾട്ടസ് എന്ന് പറയുമ്പോൾ ഒരുപാട് കാറ്റഗറി ഉണ്ട്. അതായത് M315 മുതൽ, അതായത് 8 സ്പീഡ് മുതൽ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റിയ വോൾട്ടസ് ഉണ്ട്. അപ്പോൾ വോൾട്ടസ് എന്ന് പറയുമ്പോൾ എല്ലാം ഒരു മോഡലാണെന്ന് വിചാരിക്കരുത്. ഇത് M2000 എന്ന് പറഞ്ഞ മോഡലാണ്. ലോങ് ഗേജ് ആണ് വരുന്നത്. അതായത് ഈ ലോങ് ഗേജിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ 40 ടീത്ത് വരെ ആഡ് ചെയ്യാം. ഇതിലിപ്പോൾ 36 ടീത്താണ് വരുന്നത്. ഇത് 40 ടീത്ത് വരെ ആഡ് ചെയ്യാം. ഈ ഡിറൈലർ ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. അതേസമയം നോർമൽ വോൾട്ടേജ് ആണെങ്കിൽ നമുക്ക് 32 34 വരെ പറ്റുള്ളൂ. ഇതിങ്ങനെ വലിഞ്ഞ് നിൽക്കും. അതായത് നമുക്ക് ക്ലൈമ്പൊക്കെ ചവിട്ടുമ്പോൾ ഇത് ഒടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിൽ ആ പ്രശ്നം വരുന്നില്ല. ലോങ് ഗേജാണ് വരുന്നത്. അത് ഇവിടുത്തെ ലെങ്ത്ത് കൂടുതലായിരിക്കും. അതേപോലെ ഷിഫ്റ്റേഴ്സ് വരുന്നത് യൂസ് ചെയ്തേക്കുന്നത് വോൾട്ടസ് ആണ്. M2010 എന്ന് പറഞ്ഞ മോഡലാണ് യൂസ് ചെയ്തേക്കുന്നത്. അതായത് ബാക്ക് 9 ഫ്രണ്ട് 2 ആണ് വന്നേക്കുന്നത്. അതേപോലെ ചെയിൻ യൂസ് ചെയ്തേക്കുന്നത് 9 സ്പീഡ് ചെയിനാണ്. KMCയുടെ ആണ് ചെയിൻ യൂസ് ചെയ്തേക്കുന്നത്. ഇതിപ്പോൾ ഒരുപാട് യൂസ് ചെയ്ത ബൈക്കാണിത്. പുതുമയൊന്നും ഉണ്ടാവില്ല. ക്ലീൻ ചെയ്തെടുത്താൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. സിൽവറാണ് വരുന്നത്. അതേപോലെ കസറ്റ് വരുന്നത് 36 വരുന്നുണ്ട്. 1136 എന്ന് പറഞ്ഞൊരു കോമ്പിനേഷനിലാണ് കസറ്റ് വരുന്നത്. അത്യാവശ്യം ക്ലൈമ്പൊക്കെ നമുക്ക് ഈസി ആയിട്ട് ചവിട്ടാം. കാരണം ഫ്രണ്ടിൽ 30 വരുന്നത്, ഇവിടെ 36 കിട്ടുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം നമുക്ക് ക്ലൈമ്പ് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. പെഡൽ ഹാഫ് അലോയ് ആണ് വരുന്നത്. വെൽഗോൻ്റെ തന്നെ പെഡലാണ്, ബ്രാൻഡഡ് പെഡലാണ് വരുന്നത്. നമുക്ക് പെഡൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് അപ്ഗ്രേഡ് ബെയറിംഗ് പെഡലിലോട്ടൊക്കെ മാറ്റി കുറച്ചും കൂടി സ്മൂത്തായിരിക്കും. അത് നോർമൽ റൈഡിങ്ങിനാണെങ്കിൽ കമ്മ്യൂട്ടിങ്ങിനൊക്കെ ആണെങ്കിൽ അതിൻ്റെ ആവശ്യം വരുന്നില്ല. കുറച്ച് ഒരുപാട് ലോങ് റൈഡൊക്കെ താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് ഒന്നല്ലെങ്കിൽ ഇത് ഫുൾ അലോയിലേക്ക് മാറ്റാം, അല്ലെങ്കിൽ ബെയറിംഗ് പെഡൽ കുറച്ചും കൂടി കൂടിയ ബെയറിംഗ് പെഡലിലേക്ക് മാറ്റാം. ഇപ്പോൾ ഫുൾ അലോയായിട്ടുള്ള പെഡൽ വെൽഗോൻ്റെ തന്നെ ഒരു 900 950 ആ റേഞ്ച് തുടങ്ങി സ്റ്റാർട്ടിങ് ഉണ്ട്. അപ്പോൾ അതിലേക്ക് മാറ്റാം. ഇപ്പോൾ ഈ പ്ലാസ്റ്റിക്കിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇപ്പം ശക്തിയായിട്ട് എവിടെയെങ്കിലും പോയി സൈഡ് ഇടിച്ച് കഴിഞ്ഞാൽ ഇത് ഒടിഞ്ഞു പോകും, വളഞ്ഞു പോകും. ഈ ഉള്ളിൽ പ്ലാസ്റ്റിക് പീസ് ആയതുകൊണ്ട് അത് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ നോർമലി ബേസ് മോഡലായിട്ടുള്ള എല്ലാ റോഡ് ബൈക്കുകളിലും വരുന്ന വെൽഗോൻ്റെ തന്നെ പെഡലാണ് കൊടുത്തേക്കുന്നത്. ഒരു 16,000 കിലോമീറ്ററൊക്കെ ചവിട്ടാൻ വലിയ പ്രശ്നം ഉണ്ടാവില്ല. അത് കഴിയുമ്പോൾ പെഡൽ മാറേണ്ടി വരും. ബ്രേക്ക് കൊടുത്തേക്കുന്നത് ടെക്ട്രോ ആണ്. 160 mm ആണ് റോട്ടർ ഫ്രണ്ടും ബാക്കും വരുന്നത്. ടെക്ട്രോൻ്റെ ഹൈഡ്രോളിക് ബ്രേക്കാണ് കൊടുത്തേക്കുന്നത്. ബോട്ടം ബ്രാക്കറ്റ് കൊടുത്തേക്കുന്നത് സീൽഡ് ബോട്ടം ബ്രാക്കറ്റാണ്. 68 mm ആണ് അതിൻ്റെ ഷെല്ലിൻ്റെ ലെങ്ത്ത് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ എല്ലാ പാർട്സും, അതായത് കമ്പോണൻസ് എന്തൊക്കെയാണ് യൂസ് ചെയ്യുന്നത് അവരുടെ ട്രക്കിൻ്റെ സൈറ്റിൽ തന്നെ ഉണ്ട്. നമുക്കപ്പോൾ രണ്ടാമത് സർവീസ് ചെയ്യാൻ കൊടുക്കാൻ നേരത്ത് ബോട്ടം ബ്രാക്കറ്റ് കുറച്ച് കൂടിയത് ഇടണമെങ്കിൽ നമുക്ക് കൂടിയത് ഇടാൻ പറ്റും. ആ ഷെല്ലിൻ്റെ ലെങ്ത്ത് മാത്രം അറിഞ്ഞാൽ മതി. അപ്പോൾ ഇതിൻ്റെ 68 mm ആണ് വരുന്നത്. ഹാൻഡിൽ ബാറിൻ്റെ ലെങ്ത്ത് വരുന്നത് 600 mm ആണ്. 600 mm വരുന്നത് സ്മോൾ എന്ന് പറയുന്ന സൈസാണ്. സ്മോൾ, മീഡിയം, ലാർജ് അങ്ങനെ അനുസരിച്ച് ഹാൻഡിലിൻ്റെ സൈസ് മാറുന്നുണ്ട്. ഇതിപ്പോൾ മീഡിയമാണ്. മീഡിയത്തിൽ വരുന്നത് 660 mm ആണ്. അതേപോലെ ലാർജ് വരുമ്പോഴത്തേക്കും 690 വരുന്നുണ്ട്. അപ്പോൾ സ്മോൾ, മീഡിയം, ലാർജ് എന്ന് പറഞ്ഞാൽ അങ്ങനെ സൈസ് ചേഞ്ച് ആവുന്ന അനുസരിച്ച് ഹാൻഡിൽ ബാറിൻ്റെ സൈസ് മാറുന്നുണ്ട്.
അതുപോലെ തന്നെ ഈ സ്റ്റെമ്മിൻ്റെ ലെങ്ത്ത്, അതായത് ബോൺഡ്രജൻ്റെ സ്റ്റെമ്മാണ് അവർ യൂസ് ചെയ്യുന്നത്. ഈ സ്റ്റെമ്മിൻ്റെ ലെങ്ത്ത് സ്മോൾ, മീഡിയം, ലാർജ്, എക്സൽ അങ്ങനെ സൈസ് ചേഞ്ച് ആവുന്നതനുസരിച്ച് ഇതിന് വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. ഇതിൻ്റെ ലെങ്ത്തും ഇതിൻ്റെ ആംഗിളും ചേഞ്ച് വരുന്നുണ്ട്. അതുപോലെ ഈ സൈക്കിളിൻ്റെ വെയിറ്റ് പറയുന്നത് മീഡിയം സൈസിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 12.7 കിലോയാണ്. അപ്പോൾ നമുക്ക് നോർമൽ ഏതെങ്കിലും സസ്പെൻഷനുള്ള ഹൈബ്രിഡ് എടുത്ത് നോക്കിയാൽ തന്നെ അതിൽ കൂടുതൽ വെയിറ്റ് ഉണ്ടാവും. ലൈറ്റ് വെയിറ്റ് ആയിട്ടാണ്, വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടാണ് ഈ വണ്ടി അവർ ഇറക്കിയേക്കുന്നത്. ഇതിപ്പോൾ റൈഡ് ചെയ്ത് നോക്കിയിട്ട് എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ചാൽ, നമുക്ക് ഇതൊരു ഹൈബ്രിഡ് മാത്രമല്ല, നമുക്കൊരു MTBയുടെ അതേ പർപ്പസും നമുക്കിതിൽ ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കാണുമ്പോൾ അറിയാം, അതായത് റോഡിൽ ടച്ച് ചെയ്യുന്ന ഭാഗം ഈ ഒരു സെൻറ്റർ മാത്രമേ റോഡിൽ ടച്ച് ആവുള്ളൂ. അതേസമയം ഓഫ് റോഡ് വരുമ്പോഴത്തേക്കും ഈ സൈഡും ടച്ച് ആവും. ഇപ്പോൾ നോർമൽ ഫ്ലാറ്റ് റോഡിലാണെങ്കിൽ നമ്മൾ കറക്റ്റായിട്ട് എയറൊക്കെ മെയിൻറ്റെയിൻ ചെയ്താണ് ചവിട്ടുന്നതെങ്കിൽ ഹൈബ്രിഡിൻ്റെ അതേ പെർഫോമൻസും കിട്ടും. മോശം റോഡിലാണെങ്കിൽ MTB സൈക്കിൾ യൂസ് ചെയ്യുന്ന പോലെ തന്നെ യൂസ് ചെയ്യാൻ പറ്റും. അതാണ് അതിൻ്റെ ഗുണം. ഇതിൽ നമുക്ക് ഇപ്പോൾ ഇതിൽ വരുന്ന 650B എന്ന് പറഞ്ഞ ടയർ സൈസാണ് വരുന്നത്. അത് മാറ്റിയിട്ട് നമുക്ക് ഹൈബ്രിഡ് ടയർ, അതായത് 700C എന്ന് പറഞ്ഞ വീല് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ആഡും ചെയ്യാം. അതിനുള്ള സ്പേസ് അവർ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഫ്രണ്ട് ഫോർക്കിലാണെങ്കിലും ഒരുപാട് സ്പേസ് ഉണ്ട്, ബാക്കിലും ഒരു സ്പേസ് ഒരുപാട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 700C ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ആഡ് ചെയ്യാം. പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. കാരണം ട്രക്ക് എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് എന്തെങ്കിലും ഒരു പുതിയതായിട്ടുള്ളൊരു സംഭവം അവർ കൊണ്ടുവരുമ്പോൾ അതിൽ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടായിരിക്കില്ല. അപ്പോൾ ഇത് ഒരുപാട് പേർക്ക് സംശയമുണ്ട്, ഈ സസ്പെൻഷൻ ഇല്ലാന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ ഇത് വർക്കൗട്ട് ആകുന്നുള്ളത്. അത് അവരോട് പറയാണെങ്കിൽ ഒരു കാര്യമേ ഉള്ളൂ. അതായത് ജസ്റ്റ് ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കാം. ഡെമോ ബൈക്ക് അവൈലബിൾ ആണ് DS2ൻ്റെ. അപ്പോൾ ചവിട്ടി നോക്കുമ്പോൾ നമുക്ക് ഇത് വ്യത്യാസം മനസ്സിലാവും. അതായത് സസ്പെൻഷൻ ഉള്ളതിൻ്റെ പോരായ്മ എന്താണെന്ന് വെച്ചാൽ വെയിറ്റ് കൂടുതലായിരിക്കും. അപ്പോൾ നമ്മൾ ഫ്ലാറ്റ് റോഡുകളിൽ നമ്മൾ ചവിട്ടാൻ നേരത്ത് ഇപ്പോൾ 2 കിലോ ഉള്ള ഫോർക്കാണെങ്കിൽ ആ 2 കിലോ നമ്മൾ എപ്പോഴും 2 കിലോ വെച്ചിട്ട് ചവിട്ടേണ്ടി വരും. അപ്പോൾ ഇതിലങ്ങനെയുള്ളൊരു പ്രശ്നം വരുന്നില്ല. അലോയ് ഫോർക്കാണ് വരുന്നത്. പിന്നെ DS3 ആകുമ്പോഴത്തേക്കും അത് കാർബൺ ആവും, കുറച്ചും കൂടി ലൈറ്റ് വെയിറ്റ് ആവും. കാർബൺ അതായത് DS3 എന്ന് പറഞ്ഞ മോഡലിന് 11.9 കിലോ ഉള്ളൂ വെയിറ്റ്. അപ്പോൾ അത്രയും വ്യത്യാസമുണ്ട്. അത് ഫ്രണ്ടിൽ ഒരു ചെയിൻ ഉണ്ടാവുള്ളൂ, അതായത് സിംഗിൾ ചെയിൻ ആയിരിക്കും. ബാക്ക് 10 സ്പീഡും വരും. അപ്പോൾ അത്രയും വെയിറ്റ് കുറയും. അപ്പോൾ DS2 നമുക്ക് 3 കളറിൽ അവൈലബിൾ ആണ്. ഒന്ന് ഈ വരുന്നത് ബ്ലൂ ആണ്, അതായത് ഗ്ലോസിയിൽ ബ്ലാക്ക് ട്രക്ക് എന്ന് എഴുതിയിട്ട്. പിന്നെ വരുന്നത് ഗ്രീനാണ്. ഗ്രീൻ ആകുമ്പോഴത്തേക്കും ട്രക്ക് എന്നുള്ളത് വൈറ്റ് ലെറ്ററിങ് ആവും. പിന്നെ ഉള്ളത് ഒരു ഗ്രേയിലും ഇതേപോലെ തന്നെ ബ്ലാക്കാണ് ലെറ്ററിങ് വരുന്നത്. അങ്ങനെ 3 കളറിലാണ് ഈ ബൈക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഇത് സ്മോൾ, മീഡിയം, ലാർജ്, എക്സൽ എന്ന് പറഞ്ഞ എല്ലാ സൈസിലും അവൈലബിൾ ആണ്. അതായത് 197 വരെ ഹൈറ്റ് ഉള്ളവർക്ക് ഫ്രെയിം സൈസ് അവൈലബിൾ ആണ്. പിന്നെ വാങ്ങുന്നവർ ട്രക്കിൻ്റെ വെബ്സൈറ്റിൽ തന്നെ കയറിയിട്ട് സൈസ് ചാർട്ട് നോക്കുക. സൈസ് ചാർട്ട് നോക്കിയിട്ട് വേണം വണ്ടി എടുക്കാനായിട്ട്. ഇത് നമുക്ക് അതായത് ഇപ്പോൾ റൈഡിങ് കംഫർട്ടും വേണം, സ്പീഡും വേണം, പിന്നെ ടൂറിങ് നടക്കണം, അങ്ങനെ എല്ലാ പർപ്പസിനും കൂടിയുള്ളൊരു ബൈക്കായിട്ടാണ് ഞാൻ ചവിട്ടി നോക്കിയതിൽ എനിക്ക് മനസ്സിലായത്. അപ്പോൾ ട്രക്കിൻ്റെ ഈ DS2 ഇപ്പോൾ നല്ല ഓഫറിലുണ്ട്. അതായത് 61,200 വരുന്ന സൈക്കിള് നമുക്കിപ്പോൾ 51,200 ഉള്ളൂ. അപ്പോൾ ഇത് ആ ബഡ്ജറ്റിൽ ഭയങ്കര നല്ല ഓഫറാണ്. താല്പര്യമുള്ളവർ എൻ്റെ നമ്പർ താഴത്ത് കൊടുത്തിട്ടുണ്ടാവും, കോൺടാക്റ്റ് ചെയ്യുക. ഷോപ്പിൽ വന്ന് ടെസ്റ്റ് ഡ്രൈവ് എടുക്കണമെന്നുണ്ടെങ്കിൽ DS2ഉം മറ്റ് ഹൈബ്രിഡുകളും എല്ലാം റൈഡ് ചെയ്ത് നോക്കാവുന്നതാണ്. ഷോപ്പിൻ്റെ ലൊക്കേഷനും താഴെ കൊടുത്തിട്ടുണ്ടാവും. താല്പര്യമുള്ളവർ വരിക, ചവിട്ടി നോക്കുക. ഓക്കെ, മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നീട് വരുന്നതാണ്. താങ്ക് യു.